ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടിൽ തന്നെ നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി അല്ലെങ്കിൽ ആരോ റൂട്ട് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് കൂവ പറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ള കൂവയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് തന്നെ കിട്ടിയിട്ടുള്ളൂ, നമുക്കധികം കൂവയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് ചുരണ്ടി കളഞ്ഞിട്ട് ഒന്ന് എടുക്കണം. അപ്പോൾ ഞാൻ തൊലിയൊക്കെ ചുരണ്ടി എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് കഴുകിയെടുക്കാം. അപ്പോൾ ഇത് വെള്ളക്കൂവയാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നീലക്കൂവയും മഞ്ഞക്കൂവയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാനിതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഞാനിത് വെള്ളക്കൂവ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ കൂവയൊക്കെ ഇവിടെ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഷ്ണങ്ങളാക്കി എടുക്കണം. അപ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഇത് അരച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറേശ്ശെ കൂവ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ കൂവ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാ കൂവയും നമ്മൾക്ക് അരച്ചൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ എല്ലാ കൂവയും ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുക്കുക. നന്നായിട്ട് ഇത് കലക്കി മിക്സ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊന്ന് അരിച്ച് എടുക്കേണ്ടതാണ്. ഇതിൻ്റെ ചണ്ടിയൊക്കെ കളഞ്ഞ് എടുക്കേണ്ടതാണ്. അപ്പോൾ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിവിടെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. ആ പാത്രത്തിൻ്റെ വായ ഒരു തോർത്തുമുണ്ട് വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു തുണിയോ നല്ല വെള്ളത്തുണി എടുത്താൽ മതി. ഞാനിവിടെ തോർത്തുമുണ്ടാണ് എടുത്തിട്ടുള്ളത്. അത് ആ പാത്രത്തിൻ്റെ മേലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കലക്കി വെച്ചിട്ടുള്ള ആ കൂവയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇതിൽ വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് ഈ തോർത്തുമുണ്ടിൽ ഒഴിച്ചത് മിക്സ് ചെയ്ത് അതിൻ്റെ ചണ്ടി നമുക്കെടുത്ത് മാറ്റണം. അപ്പോൾ പാത്രം എടുക്കുമ്പോൾ വലിയ പാത്രം തന്നെ എടുക്കുക. അപ്പം നമ്മളിത് നല്ലോണം വെള്ളം ഒഴിച്ച് അത് മിക്സ് ചെയ്ത് അതിലത്തെ നൂറ് ഒക്കെ പാത്രത്തിലേക്ക് വരുന്ന രീതിയിൽ കുറേ പ്രാവശ്യം വെള്ളം ഒഴിച്ച് ആ പാത്രം നിറയണ വരയ്ക്കും വെള്ളം ഒഴിച്ച് ഇത് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ, അത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് തോർത്തുമുണ്ട് പിഴിഞ്ഞ് അതിൻ്റെ വേസ്റ്റ് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പം ഞാനിത് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ വേസ്റ്റ് ഇങ്ങനെ കുറേശ്ശെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ വരും കേട്ടോ. ആ വേസ്റ്റ് നന്നായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ഈ തോർത്തുമുണ്ട് കൊണ്ട് പിഴിഞ്ഞെടുക്കാം. അപ്പം ഞാനിത് കുറച്ച് വേസ്റ്റ് എടുത്ത് മാറ്റിയതിന് ശേഷമാണ് തോർത്തുമുണ്ട് കൊണ്ട് പിഴിഞ്ഞെടുക്കണത് കേട്ടോ. ബാക്കിയുള്ളതാണ് പിഴിഞ്ഞെടുക്കണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അവരവരുടെ സൗകര്യം പോലെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ തോർത്തുമുണ്ടിൽ ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വേസ്റ്റ് ഉണ്ടല്ലോ, ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇത് വീണ്ടും ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വേസ്റ്റിൽ ഇനിയും ഉള്ളതൊക്കെ ഒന്ന് പോന്ന് കിട്ടാനായിട്ട് എന്നാലാണ് നമുക്ക് കുറച്ചെങ്കിലും കൂവപ്പൊടി കിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടിട്ട് കാര്യമില്ല, നമുക്ക് ഇത്തിരി കൂവപ്പൊടിയാണ് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഒന്നും കൂടിയും കലക്കി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ ആ ചണ്ടിയിൽ ആ വേസ്റ്റിൽ 3-4 പ്രാവശ്യം നമ്മൾ കുറേശ്ശെ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ വേസ്റ്റിലുള്ള എല്ലാ സത്തുക്കളും നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഒരു 3-4 പ്രാവശ്യമൊക്കെ നന്നായിട്ട് പിഴിഞ്ഞെടുത്താൽ പിന്നെ വേസ്റ്റ് മാത്രമാവും. ആ വേസ്റ്റ് നമുക്ക് കളയാം കേട്ടോ. അപ്പോൾ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളം നമ്മൾ കൂവയുടെ കലക്കി വെച്ച ആ പാത്രം ഉണ്ടല്ലോ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അതിനാണ് വലിയ പാത്രം എടുക്കാനായിട്ട് പറഞ്ഞത്. നമുക്കിത് വലിയ പാത്രം ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് വെള്ളം അങ്ങനെ
കലക്കിയിട്ട് ഒഴിച്ചൊഴിച്ച് കൊടുക്കാനായിട്ട് പറ്റും. ഇതേപോലെയാണ് ഞാൻ കൂവ അരച്ച് കലക്കി നമ്മൾ ഊറാനായിട്ട് വെക്കാറ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കൂവ അരച്ചത് ഒരു പാത്രത്തിൻ്റെ മുകളിൽ തോർത്തുമുണ്ട് കെട്ടിയിട്ട് നമുക്ക് നേരെ ടാപ്പ് വാട്ടറിൻ്റെ താഴെ കൊണ്ട് വെച്ചിട്ട് ഈ ഇത് അരച്ചത് ഉണ്ടല്ലോ അതിലേക്ക് ടാപ്പ് വാട്ടർ കാണിച്ച് ഇങ്ങനെ കലക്കി അതും അതിൽ ആ ചണ്ടി വേസ്റ്റായി വരുന്ന വരയ്ക്ക് നമുക്ക് ആ ടാപ്പ് വാട്ടറിൻ്റെ താഴത്ത് വെച്ചിട്ട് അങ്ങനെ കലക്കി അതിൻ്റെ നൂറൊക്കെ ഇറങ്ങി പോണ പോലെ ആക്കിയിട്ട് അങ്ങനെയും വേണമെങ്കിൽ കലക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതാണ് നമുക്ക് സൗകര്യം വെച്ചാൽ അതുപോലെ ചെയ്തെടുക്കാം. അപ്പം ഞാൻ നേരത്തെ ഫസ്റ്റ് കാണിച്ച പോലെ തന്നെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. എനിക്ക് അതാണ് കൂടുതൽ സൗകര്യമായിട്ട് തോന്നിയത് ഇതിൽ. അപ്പോൾ ഏതാണ് പറ്റണമെന്ന് വെച്ചാൽ അതുപോലെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. എന്തായാലും രണ്ട് പ്രോസസ്സായാലും നമുക്ക് കുറച്ച് പണിയുണ്ട് കൂവപ്പൊടി ഒന്ന് ആയി വരാനായിട്ട്. അതുപോലെ ഇപ്പം നമുക്ക് വേസ്റ്റൊക്കെ നമ്മൾ ഇതേപോലെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വേസ്റ്റ് കളയാം. ഇപ്പോൾ നമ്മുടെ കൂവ വെള്ളം ഇതേപോലെ കലങ്ങിയിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതൊരു നൈറ്റ് ഒന്ന് ഊറാനായിട്ട് വെക്കണം. നിൽക്കുന്നുണ്ട് അടിയിൽ നമ്മുടെ കൂവപ്പൊടി കെടുക്കുന്നുണ്ട്. വെള്ളം പക്ഷെ കലങ്ങൽ വെള്ളം തന്നെയാണ്. നമുക്ക് അത് ഇനി എടുത്ത് ഒഴിച്ച് കളയാം. ആ വെള്ളം ഒഴിച്ച് കളഞ്ഞിട്ട് അടിയിലത്തെ മട്ട് ഉണ്ടല്ലോ കൂവപ്പൊടി ഉണ്ടല്ലോ അതിലേക്ക് ഒന്നും കൂടി ഒന്ന് വെള്ളം വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് തെളിഞ്ഞ് വരുന്ന വരയ്ക്ക് ഇതേപോലെ 1-2 ദിവസം നമുക്ക് ഊറാനായിട്ട് വെക്കാം കേട്ടോ. അപ്പോൾ കൂവപ്പൊടിയൊന്നും പോവില്ല നമ്മൾ ഊറ്റി കളയുമ്പോൾ. വെള്ളം മാത്രമാണ് പോവുള്ളൂ. അപ്പോൾ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 5-6 മണിക്കൂറോ അല്ലെങ്കിൽ രാത്രി ഒഴിച്ച് വെച്ച് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും അത് നമുക്ക് തെളിഞ്ഞ് വരുന്നത് കാണാം. അപ്പം നമുക്ക് ആ വെള്ളം എടുത്ത് മാറ്റാം. അങ്ങനെ നല്ല ക്ലിയർ വാട്ടർ ആവണ വരയ്ക്ക് നമുക്കൊരു 2-3 ദിവസം ഇതേ പ്രോസസ്സ് ചെയ്യാട്ടോ. അല്ലെങ്കിൽ ഒരു 2 ദിവസമെങ്കിലും. വെള്ളക്കൂവയൊക്കെ ആകുമ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ള കൂവയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം മതി കേട്ടോ. അതായത് നമ്മൾ ഉണ്ടാക്കി ഒരു നൈറ്റ് വെച്ചിട്ട് പിന്നെ ഒരു ഉച്ച വരെ ആകുമ്പോഴേക്കും നമുക്ക് വീണ്ടും വെള്ളമൊഴിച്ച് ഉച്ച വരെ ആകുമ്പോഴേക്കും നമുക്ക് കൂവപ്പൊടി കറക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയ്ക്ക് കൂവപ്പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതൊരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ അത് ഇളക്കിയെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പാത്രത്തിലേക്ക് വെക്കുമ്പോൾ നമ്മളതൊന്ന് പൊടിച്ച് കൊടുക്കുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞു വരും കേട്ടോ. ചെറിയ വെള്ളം നനവ് ഉണ്ടാവും, ചെറുതായിട്ടാണ് ഉണ്ടാവുള്ളൂ വെള്ളം നനവ്. അപ്പോൾ നമുക്കിത് വെയിലത്ത് വെച്ച് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഒരു പകുതി ഡ്രൈ ആയി വരുമ്പോൾ ഞാനിതെടുത്തിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമുക്കിത് ഉണങ്ങി വരുമ്പോൾ വലിയ കട്ടകളൊക്കെ ആയിട്ട് കിടക്കും. അങ്ങനെ കിടക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒന്നും കൂടി ഒന്ന് ചെറിയ തരി പോലെ ആവാനായിട്ട് ഞാനൊന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് വെയിലത്ത് വെച്ചതിന് ശേഷം അത് ഉണക്കിയെടുക്കും. ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ള നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടിയാണ് നമ്മുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കടയിൽ നിന്നൊക്കെ മേടിക്കണം കൂവപ്പൊടിയിലൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കണ്ടോ, ഇത്രയും പൊടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 2-2.5 കിലോനൊക്കെ ആയിരുന്നു തോന്നുന്നു കൂവ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഒരു 200 ഗ്രാമിൻ്റെ താഴെയായിട്ടാണ് എനിക്ക് കൂവപ്പൊടി കിട്ടിയിട്ടുള്ളത് കേട്ടോ. നമുക്കിതെല്ലാം ധൈര്യമായിട്ട് കഴിക്കാൻ പറ്റും. കടയിൽ നിന്ന് മേടിക്കണ കൂവപ്പൊടിയൊന്നും ഇത് വിശ്വസിച്ച് നമുക്ക് വാങ്ങാൻ കഴിയില്ല. ഈ കൂവപ്പൊടിക്ക് ഭയങ്കര പൈസയാണ് കേട്ടോ. നല്ല പൈസയുണ്ട് കൂവപ്പൊടിക്ക്. കാരണം ഇത്ര പൊടിയാണ് നമുക്ക് കിട്ടുക. കുറച്ചൊന്ന് പൊടിക്കുമ്പോൾ ഇത്ര പൊടിയാണ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും പറ്റുകയാണെങ്കിൽ ഒരു 4 കടയെങ്കിലും കൂവ നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാനായിട്ട് നോക്ക്. നല്ല ശുദ്ധമായിട്ടുള്ള കൂവപ്പൊടി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും താങ്ക് യു.